നമ്മൾ മൂന്നാർ വെച്ചിട്ട് നമ്മളെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. പല ആൾക്കാരും പറഞ്ഞു ആ വീഡിയോ കണ്ടിട്ട് ഇതൊരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാന്നുള്ളതൊക്കെയാണ് അതിൻ്റെ താഴെയുള്ള കമൻസും കാര്യങ്ങളും കണ്ടത്. സത്യത്തിൽ നമ്മളെ കയ്യിൽ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതായത് പാലക്കാട് വെച്ചിട്ട് വണ്ടി ചാർജ് ചെയ്യായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമ്മളെ വണ്ടിയിൽ ഏകദേശം ഒരു 70% അതിൻ്റെ ബിലോക്കൊക്കെ വന്നിരുന്നു. ഒരു 65-70% ആ ലെവലിലായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്. സുഖമായിട്ട് എത്തുമെന്ന് ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ ഹില്ലി ഏരിയ ആണല്ലോ എന്നുള്ള ചിന്താഗതി ഒന്നും അപ്പോൾ ഓടിയില്ല. പാലക്കാട് വരെ നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്നതുകൊണ്ട് പാലക്കാട് ടൗൺ ഞാൻ മനസ്സിൽ കണ്ടു. പൊള്ളാച്ചി ടൗണിലൂടെ ഞാൻ പോയ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല. നമ്മുടെ കയ്യിൽ തെറ്റുപറ്റിയതായിരിക്കാം. എനിവേ അവിടുന്ന് ആ ചുരം കയറുന്ന സമയത്ത് വണ്ടിയിൽ ഒരു 60% ഒക്കെയാണ് ഉണ്ടായിരുന്നത് എൻ്റെ മനസ്സിൽ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ അങ്ങനെ ഹില്ലി ഏരിയ അങ്ങനെ കയറി ഒരു ടൗണിലെത്തിയപ്പോഴേക്കും 40% വണ്ടിയിൽ ഉണ്ടായിരുന്നു. 40% 2 കിലോമീറ്റർ വെച്ച് കണക്കൂട്ടിയാൽ തന്നെ എങ്ങനെ പോയാലും ഒരു 80 കിലോമീറ്റർ കിട്ടും. നമുക്ക് യാത്ര ചെയ്യേണ്ടതാണെങ്കിൽ വെറും 40 കിലോമീറ്റർ ഉള്ളൂ എന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് പോലും നമ്മുടെ വണ്ടി ഓടിച്ചിട്ട് അവിടെ എത്തിയില്ല എന്നുള്ളതാണ്. അതായത് 40% വെറും ഒരു 20-22 കിലോമീറ്റർ മാത്രമേ അന്ന് നമുക്ക് ഓടി കിട്ടിയിട്ടുണ്ടാവുള്ളൂ എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ. ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണാം, നമ്മളെ ട്രിപ്പ് മീറ്ററിൽ 210 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് വണ്ടി മൊത്തം. കമ്പനി പറയുന്നത് 420 കിലോമീറ്റർ ആണെങ്കിലും ഒരു 300 കിലോമീറ്റർ കിട്ടണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ. പക്ഷെ അതൊന്നും ഈ വണ്ടി കിട്ടുന്നില്ല. നമുക്ക് പ്ലെയിൻ റോഡുകളിൽ പോലും, ഞാൻ നാട്ടിൽ വന്നിട്ട് പ്ലെയിൻ റോഡിൽ പിന്നെയും ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരു 190-95 കിലോമീറ്റർ ഒക്കെയാണ് ഈ വണ്ടി മാക്സിമം നമുക്ക് റേഞ്ച് കിട്ടുന്നത്. അതിനുശേഷം 20 എത്തിയിട്ട് ഒരു 18% എത്തുമ്പോഴേക്കും വണ്ടി സഡൻ ഡ്രോപ്പിലോട്ട് പോവുകയാണ്. ഇത് മുന്നേ എൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. നമ്മുടെ വണ്ടി വരുന്നത് ടാറ്റ പഞ്ച് 2024 മോഡലാണ്. അതിൽ സിലിണ്ടറിക്കൽ സെൽസ് ആണ് വരുന്നത്. ലോങ് റേഞ്ച് 35 കിലോവാട്ട് വരുന്ന വണ്ടിയാണ് കേട്ടോ. 24,000 കിലോമീറ്റർ ഒക്കെ എത്തിയ സമയത്താണ് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് 20%, അതായത് ഒരു 18% എത്തുന്ന സമയത്ത് സഡൻ ആയിട്ട് വണ്ടിയിൽ ഡ്രോപ്പ് ആവുന്ന ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തത്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, യൂട്യൂബിലുണ്ട്. എന്നിട്ട് ടാറ്റക്കാരുമായിട്ട് നമ്മൾ കുറേ സംസാരിച്ചു. അവർ ചെക്ക് ചെയ്തിട്ട് അവരുടെ ഒക്ലിയോന്റെ ടീം വരണമെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെന്നെ പറഞ്ഞു വണ്ടിക്ക് സെല്ലിന് എവിടെയും ഒരു കുഴപ്പമില്ല, ബാറ്ററിയിൽ നിങ്ങളെ വണ്ടി ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നതാണ്, അത് സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂ ഗ്ലിച്ചും ഒക്കെയാണ്, നമുക്കത് അപ്ഡേറ്റിലൂടെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് വണ്ടി തിരിച്ചു തന്നു. വണ്ടി തിരിച്ചു തന്നിട്ട് പിന്നെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ, അപ്പോഴും ഇതേപോലെ 18% ഡ്രോപ്പ് കണ്ടു. വീഡിയോ എടുത്തു, അവർക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്തു. അവസാനം അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടി, നിങ്ങൾക്ക് ബാറ്ററി മാറ്റി തരാം എന്നുള്ളത് അവരുടെ ഇഷ്യൂ തന്നെയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് ബാറ്ററി മാറ്റി കിട്ടി. എന്നിട്ട് വെറും ഒരു 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഇടയിലൊക്കെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അന്നൊന്നും ഈ 18% ഡ്രോപ്പ് വന്നിരുന്നില്ല കേട്ടോ. സംഭവം പക്കായിട്ട് വർക്ക് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നത് അവർ ഈ റീഫർബിഷ്ഡ് ആയിട്ടുള്ള ബാറ്ററികളായിരിക്കാം വെക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു 14,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഈ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 18% എത്തിക്കഴിഞ്ഞാൽ സഡൻ ആയിട്ട് താഴോട്ട് ഡ്രോപ്പ് ആവുകയാണ്. അവിടെ വെറും 2 കിലോമീറ്റർ ഒക്കെയാണ് വണ്ടി ഓടുക ആകെ. അപ്പോൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുക? പിന്നെ ഇത് കയറി വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളങ്ങനെ ഓടിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ 18%. അന്ന് എൻ്റെ കസിൻ ബ്രോ ഈ വണ്ടി എടുത്ത് ഓട്ടിപ്പോയിട്ട് ഒരു ഭാഗത്തുനിന്ന് കുടുങ്ങിയതാണ്. അവൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ഒരു 24% സഡൻ ഡ്രോപ്പ് ആയതെന്ന് പറഞ്ഞു. മുന്നേ അന്ന് 18% എന്തോ അറിയില്ല, അവൻ 24% സഡൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞു. കയറി വരുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കയറി വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് സെയിം ടാറ്റ പഞ്ച് EV ഉപയോഗിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അവന് 40% ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അവന് ബാറ്ററി റീപ്ലേസ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആരും ഈ 20% താഴെ ഈ ഡ്രോപ്പ് ഇഷ്യൂ അത്രയും നോക്കി എന്നും 20% താഴെ ഓടിച്ചു നോക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഇഷ്യൂ ആരും കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ നമ്മളെ ഇതിൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ അങ്ങനെ കംപ്ലൈൻറ്റ്സ് പറയുന്നില്ല. ഈ 20% താഴെയുള്ള ഡ്രോപ്പ് ഞങ്ങളെ ഗ്രൂപ്പിലൊന്നും പഞ്ചിനെ കുറിച്ച് അങ്ങനെ കൂടുതലായിട്ട് പറയുന്നില്ല. ഒറ്റപ്പെട്ട ഇഷ്യൂസ് ഇതുപോലെ പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാത്രം ഇഷ്യൂ ആണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ 2024 മോഡൽ പഞ്ച് EV എടുത്തിട്ട് LR വേരിയൻ്റ് ഒക്കെ എടുത്തിട്ട് ഇതിൽ ഈ 20% ഡ്രോപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് വന്നിട്ട് നിങ്ങളും അറിയിക്കുക. എനിക്കും 20% താഴെ ഈ ഡ്രോപ്പ് ഉണ്ട്, ബ്രോ എന്നുണ്ട്. ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഒരു ബ്രോ ഉണ്ട്, അവരുടെ ഇത് ഞാനിതിൽ കൊടുക്കാം. അതായത് ഒരു ടാറ്റ പഞ്ച് EVയുടെ വണ്ടി ഉണ്ട്, റെഡ് ടാറ്റ പഞ്ച് EV ഉണ്ട്. അയാൾ
ഇന്ത്യ മൊത്തം കറങ്ങാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതിൽ അയാൾ വരെ കാണിക്കുന്നുണ്ട് 20% ഇടയിൽ അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ആവുന്നു എന്നുള്ളതൊക്കെ. ഇതൊരു കോമൺ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ 20% ഇഷ്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്മുടെ ചാർജിങ് സ്റ്റേഷനിൽ എന്നിട്ട് അവിടെ 7.2 കിലോവാട്ടിൻ്റെ ചാർജർ ഉണ്ട്. അതൊരു സ്ലോ ചാർജർ തന്നെയാണ്, അത്ര വലിയ ഫാസ്റ്റ് ഒന്നും അല്ല. അതിൽ ഞാൻ ചാർജർ കണക്ട് ചെയ്തിട്ട് ചാർജ് മോഡിൻ്റെ അപ്ലിക്കേഷൻ ആയി കണക്റ്റഡ് ആണ്. അത് വെച്ച് ഞാൻ ലാസ്റ്റത്തെ 10% ഡ്രോപ്പ് ആയി കഴിഞ്ഞിട്ട് വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ചാർജിങ് സ്റ്റാർട്ട് ചെയ്തത്. 20% ആയപ്പോൾ നിർത്തി വെച്ച് നോക്കി എത്ര യൂണിറ്റ് കയറുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അതായത് 35ൻ്റെ ഒരു 10% എന്ന് പറഞ്ഞാൽ 3.5 കിലോ വാട്ട് നിങ്ങൾക്ക് എല്ലാവരും കണക്കൂട്ടി കിട്ടും. അത് കറക്റ്റ് നമുക്ക് അപ്ലിക്കേഷനിൽ കണ്ടു കയറിയിട്ടുണ്ട് എന്നുള്ളത്. എന്നതിന് ശേഷം ഞാൻ ആ 20% മാത്രം നിലനിർത്തിയിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി വണ്ടി എടുത്തിട്ട് 1% എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് ആ 10% എനിക്ക് ഏകദേശം ഒരു 12 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട്. 11.6 ആണ് തോന്നുന്നുണ്ട്. ഏകദേശം 12 കിലോമീറ്ററോളം നമുക്ക് വണ്ടി ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. അവിടെ ഡീഗ്രേഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, കാരണം വണ്ടി 44,000 കിലോമീറ്റർ ഇപ്പോൾ ആൾറെഡി ആയിട്ടുണ്ട്. എന്നാലും 11.6 കിലോമീറ്റർ കിട്ടിയല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മൾ പിന്നത്തെ ടെസ്റ്റിലാണ് മനസ്സിലാക്കിയത് ആ ലാസ്റ്റത്തെ 10% മുതൽ 80% വരെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 26 യൂണിറ്റോളം ഇലക്ട്രിസിറ്റി നമ്മുടെ വണ്ടിയിൽ കയറിയതായിട്ട് അപ്ലിക്കേഷനിൽ കണ്ടു. പക്ഷേ 80% to 100% എന്ന് പറയുന്ന ആ ഒരു ടൈം ശരിക്കും സ്ലോ ആയിട്ട് ചാർജ് കയറേണ്ട ഒരു ടൈമാണത്. അത് എത്ര വലിയ ഫാസ്റ്റ് ചാർജർ കൊണ്ട് കണക്ട് ചെയ്താലും ലാസ്റ്റത്തെ 80 to 100 സാധാരണ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കുന്ന ഒരു സ്ലോ പ്രോസസ്സായിട്ടുള്ളൊരു ടൈമാണ് അവിടെ വരുന്നത്. പക്ഷേ ഈ കേസിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൻ്റെ കേസിൽ എനിക്ക് അവിടെ 80 to 100 ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ചാർജ് ആവുന്നത്, അതും സ്ലോ ചാർജറുമേ. അപ്പോൾ ഇതൊരു ഇഷ്യൂ അല്ലേ. ലാസ്റ്റത്തെ 20% എന്ന് പറഞ്ഞാൽ അത് ക്യാരി ഓവർ ചെയ്തിട്ട് താഴത്തേക്ക് പോവുകയാണ്. ഈ 100% ആയതിനു ശേഷം ആ 100% to 99% 1%ൽ എനിക്ക് 2.5 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ലാസ്റ്റത്തെ 10% ഞാൻ 90% വരെ നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിലോമീറ്റർ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ക്യാരി ഓവർ ആയിട്ട് പോകുന്നത് ആ 10 മിനിറ്റ് കൊണ്ട് ചാർജ് കയറാതെ പോയ ആ സംഭവം ക്യാരി ഓവർ ആയിട്ട് പോകുന്നത് ആ സമയത്ത് ലാസ്റ്റത്തെ 20ലോട്ടാണ്. ലാസ്റ്റത്തെ 20% എത്തുന്ന സമയത്ത് 18% സഡൻ ഡ്രോപ്പാണ്. വെറും 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ ഒക്കെ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. അങ്ങനത്തെ കേസിൽ പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ ആ ലാസ്റ്റത്തെ 10% അവിടെ നിർത്തിയിട്ട് ആ 10% 20% സ്ലോ ചാർജർ വെച്ച് ചാർജ് ചെയ്തതിന് ശേഷം വണ്ടി എടുത്ത് ഓട്ടുന്ന സമയത്ത് എനിക്ക് 12 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. സംഭവം മനസ്സിലായോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ക്യാരി ചെയ്തിട്ടുള്ളൊരു ബാലൻസിങ് സംഭവമായിട്ടൊക്കെ തോന്നുന്നത്. പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇത് BMSന്റെ കാലിബ്രേഷൻ ഇഷ്യൂ ആണെന്ന് പറയുന്നുണ്ട്. കാലിബ്രേഷൻ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് 35 കിലോ വാട്ടുള്ള ബാറ്ററിയിൽ 30 എബോവ് എന്തായാലും യൂണിറ്റ് കയറേണ്ട ഇലക്ട്രിസിറ്റി നമ്മൾ അപ്ലിക്കേഷനിൽ നോക്കുന്ന സമയത്ത് ഇത് എൻ്റെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ എനിക്ക് ആകെ 28 യൂണിറ്റ് കയറുന്നുള്ളൂ. അപ്പോൾ അവിടെ 35ൻ്റെ 7 യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു 20% തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ ആ 20%-ലെ സെല്ലിലോ എവിടെയോ എന്തോ ഇഷ്യൂ വരുന്നുണ്ട് ടാറ്റയുടെ വണ്ടികളിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ കയറാത്തത്. പല ആൾക്കാരും പറയുന്നത് അത് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ കമ്പനി സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ സംഭവം ചെയ്തുകൊണ്ടാണെന്നുള്ളത്. ഇതൊരു ചീപ്പ് ക്വാളിറ്റി ബാറ്ററീസ് ടാറ്റ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ബലമായ സംശയം. ഇനി സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ്വെയർ കൂടി അപ്ഡേറ്റ് ആകുമ്പോൾ ശരിയാവേണ്ടതല്ലേ. എനിക്ക് ഒരു വട്ടം അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് തന്ന വണ്ടിയാണ്, എന്നിട്ട് എനിക്ക് ആ ഇഷ്യൂ റെക്ടിഫൈ ആയില്ല. പിന്നെ റീഫർബിഷ്ഡ് ആയിട്ടുള്ള ബാറ്ററി ആയിരിക്കാം അവർ വെച്ച് തന്നത്, ഒക്ടിലിയോന്റെ ബാറ്ററി. ഞാനതിൻ്റെ ഒരു വീഡിയോ താഴെ ഇരുന്നിട്ടൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടാവും. ഒക്ടിലിയോന്റെ സിലിണ്ടറിക്കൽ ബാറ്ററി തന്നെയാണ് വണ്ടിയുടെ താഴെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ സീലും ഇയറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് റീഫർബിഷ്ഡ് ആണോ അതോ അത് ന്യൂ ബാറ്ററി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ. പക്ഷെ നമ്മളൊരു സാധാരണക്കാരൻ നമുക്കിപ്പോൾ അത്രയും വ്യക്തമായിട്ട് അത് റീഫർബിഷ്ഡ് ആണോ അതോ ഒരു പുതിയ ബാറ്ററി ആണോ വെച്ചിട്ടുള്ളത് എന്നുള്ളതൊന്നും എനിക്കറിയുന്നില്ല. എന്തായാലും എനിക്ക് വെറും 14,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഈ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 20%-ലുള്ള ഈ ഡ്രോപ്പ് ഞാൻ ടാറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം KVR ടാറ്റയിലോട്ടല്ല കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ലെക്സോണിലോട്ടാണ്. അവരിഞ്ഞ് എന്താന്നുള്ളത് ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് തിങ്കളാഴ്ച കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ബാറ്ററി അവർ റീപ്ലേസ് ചെയ്ത് തരിക, അതല്ലെങ്കിൽ BMSന്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അവർ ശരിയാക്കി തരട്ടെ. നമ്മൾ ആൾറെഡി 44,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ വണ്ടി. വാറണ്ടി എനിക്ക് 1,60,000 കിലോമീറ്റർ വരെ വണ്ടിക്കുണ്ട്. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ എന്നുള്ളതിലോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും പൈസ കൊടുത്തെടുത്തിട്ട്
അതായത് ഒരു 10-16 ലക്ഷം രൂപയും കൊടുത്തെടുത്തിട്ട് നമുക്കത് ഒരു ടെൻഷൻ പിടിച്ചിട്ടുള്ള വണ്ടി ഓടിക്കൽ എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ്. ഇപ്പോൾ നിലവിലെടുത്ത ആൾക്കാർക്ക്, പുതിയ ടാറ്റ പഞ്ചൊക്കെ എടുത്ത ആൾക്കാർക്ക് നല്ല സുഖമാണ്. കാരണം 300 കിലോമീറ്ററിന്റെ എബോ അവർക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് എന്ന് അവരെന്നെ പല വീഡിയോകളിൽ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ പുറമെ അവർക്ക് ലൈഫ് ടൈം വാറണ്ടി കിട്ടുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പുതിയ MG എടുത്തത്. ടാറ്റ പഞ്ച് എടുക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ MGയിലോട്ട് മാറിയതാണ്. അവരുടെ ആ ഒരു പ്രിസ്മാറ്റിക് സെല്ലും ബാറ്ററി ടെക്നോളജിയും കാര്യങ്ങളും ടാറ്റയെക്കാളും ഒന്നുകൂടി പെർഫെക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അതെടുത്തത്. അതിൽ ഞാൻ കുറേ റിവ്യൂസും കാര്യങ്ങളും നോക്കി. ആർക്കും ഇതുപോലത്തെ ഈ ഡ്രോപ്പ് ഇഷ്യൂ എന്തായാലും കാണിക്കുന്നില്ല. ഇനി പുതിയ ടാറ്റ പഞ്ചിൽ ഈ ഇഷ്യൂ വരുമോ എന്നുള്ളത് അറിയില്ല. പ്രിസ്മാറ്റിക് സെല്ലാണ് കൊടുത്തിട്ടുള്ളത്. ഡ്രോപ്പ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ മാക്സിമം കുറയുന്നുണ്ടാവും. ടാറ്റയും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണല്ലോ. അതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും പൈസയും കൊടുത്ത് നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് ആകെ വാറണ്ടിയും കുറവാണ്. ഈ 1,60,000 കിലോമീറ്ററൊക്കെ ഈ ഇലക്ട്രിക് വണ്ടികളിൽ പെട്ടെന്ന് കവറാവും. 1.5 കൊല്ലമായപ്പോഴത്തേന് 44,000 കിലോമീറ്റർ കവർ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ മാക്സിമം ഇപ്പോൾ ഓട്ടം കുറവാണ് വണ്ടി കൊണ്ട്. അതുകൊണ്ടാണ് ഈ 44,000 കിലോമീറ്റർ. നമ്മൾ വെറും ട്രിപ്പ് എന്നുള്ള തരത്തിൽ ഈ വണ്ടി എടുത്ത് ഓടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 1.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ സിമ്പിളായിട്ട് കവർ ചെയ്യും. അതാണ് ഇലക്ട്രിക് വണ്ടിയുടെ ഒരു സുഖം. അതും ഇതിൻ്റെ ഇടയിൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡാണ്. നമുക്ക് വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും സുഖമുള്ളൊരു കാര്യം ഫ്രീഡാണ്. പക്ഷെ ആ ഫ്രീഡത്തിൽ ഇവിടെ റേഞ്ച് ആക്സൈറ്റി നമുക്ക് വല്ലാണ്ട് പ്രോബ്ലം ആവുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ടാറ്റയുടെ വണ്ടികളിൽ ഒരു ഇത് വരുന്നത്. അന്നത്തെ ആ ഒരു പ്രോബ്ലത്തിന് ശേഷം ഇപ്പോൾ വണ്ടി വഴി നിന്ന് പോകുന്നുള്ള ടെൻഷൻ കൂടുതലായിട്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് പെർസെൻറ്റേജും കാര്യങ്ങളും കൃത്യമായിട്ടൊന്നും നോക്കാറില്ല. അതായത് ഒരു 40-50% ആകുമ്പോഴേക്കും വേഗം ചാർജിങ് സ്റ്റേഷൻ തപ്പലും അവിടുന്ന് DC-യോ AC-യോ ഏത് വെച്ചിട്ടാണെങ്കിലും വണ്ടി ഫുൾ ചാർജ് ആക്കിയിട്ടാണ് ഇപ്പോൾ എടുത്ത് പോകല്. പലരും പറയുന്നുണ്ട് നമ്മുടെ ചാർജിങ് പാറ്റേൺ, ചാർജ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ സിസ്റ്റം ഒന്ന് മാറ്റണം എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ബാറ്ററി മാറ്റി കിട്ടുമ്പോൾ ഇനി ആ ഒരു ചാർജിങ് പാറ്റേണിലോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരോടും അതൊന്നൊരു സജഷൻ എന്നുള്ള തരത്തിൽ പറയാം. 100% നിങ്ങളെ വണ്ടി ചാർജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഓടിയിട്ട് ഒരു ദിവസം ഏകദേശം ഓടിയിട്ട് ഒരു 40%ലോട്ട് അല്ലെങ്കിൽ 30%ലോട്ട് എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ചാർജ് ഗണ്ണ്, സ്ലോ ചാർജർ ആണെങ്കിലും ഫാസ്റ്റ് ചാർജർ ആണെങ്കിലും ഏത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ചാർജ് ചെയ്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് 80%ലോട്ടാണ്. പല കമ്പനികളും പറയുന്നത് അവരുടെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 100%ലോട്ട് സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് 100% സേഫ്റ്റി പോയിന്റ് അല്ല, 80% ആണ് സേഫ്റ്റി പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അവിടെ ചാർജിങ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അത് LFP ബാറ്ററി ആണെങ്കിലും ശരി, NMC ബാറ്ററി ആണെങ്കിലും ശരി, 80%ൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ 20%ന്റെ താഴെ നിങ്ങളെ വണ്ടി ഡിസ്ചാർജ് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. ഇങ്ങനെ ഒരു പാറ്റേണിൽ നിങ്ങൾ ചാർജ് ചെയ്ത് നിങ്ങളെ വണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററിയുടെ ലൈഫ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും ചെയ്യുന്നത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന അതേപോലെയാണ് എൻ്റെ ചാർജിങ്. അതായത് ഒരു 40-50% ഒക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ചാർജർ കണക്ട് ചെയ്യും. സ്ലോ ചാർജർ ആണെങ്കിലും കണക്ട് ചെയ്തിട്ട് അത് 100% ആയിട്ടേ വണ്ടി അവിടെ നിന്ന് എടുക്കാറുള്ളൂ. അങ്ങനത്തെ ഒരു യൂസിങ് ആണ്. എപ്പോഴും 100ലോട്ട് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് ചെയ്യണ്ട. നമ്മൾ ഒരു 80%ലോട്ട് നിർത്തുക. എന്നിട്ട് ഒരു 30%, മാക്സിമം പോയ 25%ലെങ്കിലും നിങ്ങൾ പോയിട്ട് പിന്നെ ചാർജ് ചെയ്തിട്ട് പിന്നെ 80%ലോട്ട് ആക്കുക. അല്ലാതെ അതിനിടയിൽ അതായത് 80% ഒരു 60 എത്തുമ്പോഴേക്കും വീണ്ടും 80 ആക്കുക, 40% ആകുമ്പോൾ വീണ്ടും ചാർജ് ചെയ്തിട്ട് ആക്കുക. അങ്ങനെയല്ല, നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ബാറ്ററിയെ മാക്സിമം യൂസ് ചെയ്തിട്ട് ഒരു 25-30% ഒക്കെ എത്തുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്തിട്ട് 80% ആക്കുക, പിന്നെ എടുത്ത് യൂസ് ചെയ്യുക. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലോട്ട് പോവുക. പിന്നെ അത്രയും ലോങ് പോകണം എന്നുള്ള ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് മുൻകൂട്ടി അറിയാമല്ലോ, ആ സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, 100%ലോട്ട് ചാർജ് ചെയ്തിട്ട് മാക്സിമം ഉപയോഗിച്ചോളൂ. അപ്പോഴും നിങ്ങൾ ലോങ് ഡ്രൈവിൽ പോകുന്ന സമയത്ത് ഒരു 30% ഒക്കെ എത്തുന്ന സമയത്ത് മാത്രം നിങ്ങൾ ചാർജിങ് സ്റ്റേഷൻ കണ്ടെത്തിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുക നോക്കുക. മാക്സിമം അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ ഇൻ കേസ് പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ചാർജിങ് സ്റ്റേഷൻ്റെ കുറവ് കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 50% തന്നെ ചാർജിങ് സ്റ്റേഷൻ തപ്പി തുടങ്ങുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വഴിയിൽ വണ്ടി നിന്ന് പോകാം. അതായത് നിങ്ങൾ ഈ 30 തന്നെ കുത്തണം എന്ന് വിചാരിച്ചിട്ട് നോക്കി അവിടെ എത്തുന്ന സമയത്ത് ചാർജിങ് സ്റ്റേഷനിലേക്ക് പെട്ടുപോയില്ലേ. ഒരു ലോങ് ഡ്രൈവിലൊക്കെ ഒരു 50% എത്തുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാർജിങ് സ്റ്റേഷൻ തപ്പി തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ടാറ്റയിൽ ഞാൻ തിങ്കളാഴ്ച പോകട്ടെ, എന്താണ് അവർ പറയുന്നത് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സജഷൻസും കാര്യങ്ങളും തരാം. എൻ്റെ ബാറ്ററി ഇഷ്യൂ ഇതോടുകൂടെ ഒന്ന് മാറി കിട്ടട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഈ വണ്ടി എടുത്ത മുതലേ ഞാൻ വെറും ഇഷ്യൂസ് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വീഡിയോസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക്
ഇഷ്യൂ വന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇഷ്യൂ അറിയുന്നത്, അല്ലാതെ ഇഷ്യൂ ഇല്ലാതെ വെറുതെ വണ്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. പക്ഷെ നല്ല വണ്ടിയാണ്, റൈഡിങ് കംഫോർട്ട്, നമുക്ക് യാത്ര ചെയ്യാൻ, ഇതിൻ്റെ സസ്പെൻഷന്, അത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ടാറ്റയുടെ സസ്പെൻഷൻ അത് അടിപൊളിയാണ്. കടന്നുറങ്ങി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി. ഇതിന് മുന്നേ യൂസ് ചെയ്യുന്ന വണ്ടിയൊന്നും ഇങ്ങനെയല്ല. പുറത്തുള്ള കുലുക്കവും കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല, അത്രയും സ്മൂത്താണ് ഈ വണ്ടി. പിന്നെ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ഡ്രൈവിലൊന്നും യാത്രാ ക്ഷീണം അറിയുന്നത് പോലും ഇല്ല, അത്രയും സുഖമാണ് ഈ വണ്ടി. പക്ഷെ എനിക്ക് ആകെ ഒരു 2-3 പ്രശ്നങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒന്ന് ഈ 20% ഡ്രോപ്പ്, പിന്നെ ഇതിന്റെ ടയറിന്റെ തേയ്മാനം, അതും എടുത്തു പറയേണ്ടതാണ്. ഈ 20-22,000 കിലോമീറ്റർ ആവുന്ന സമയത്ത് തന്നെ ടയർ ഉള്ളിലോട്ടുള്ള തേയ്മാനം വരികയാണ്. പുറത്തൊക്കെ ഗ്രിപ്പ് ഉണ്ടാവും, ഉള്ളില് ഫ്രണ്ടിൽ 2 ടയറിന്റെ ഉള്ളില് നൂല് കണ്ടു തുടങ്ങുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ ആകെ 22,000 കിലോമീറ്ററൊക്കെയാണ് നമുക്കിത് മാറി കിട്ടുന്നത്. അതിനിപ്പോൾ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് കറക്റ്റ് അലൈൻമെന്റും കാര്യങ്ങളും ചെയ്ത് പോകുക. ഒരു 1,000-2,000 കിലോമീറ്റർ ഒക്കെ എത്തുമ്പോഴേക്കും ഒന്ന് പുറത്ത് അലൈൻമെന്റ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് പക്ക വെച്ച് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ടയർ കുറച്ചുകൂടി ലൈഫ് കിട്ടും എന്ന് തോന്നുന്നു. എന്തായാലും ടയർ തേയ്മാനം ഫ്രണ്ടിൽ നല്ലോണം ഉണ്ട്, ബാക്കിൽ അതിനെ അപേക്ഷിച്ച് നോക്കിയാൽ കുറവാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ടയേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് വാറണ്ടിയെ മറ്റുള്ളതിനൊക്കെ ബാധിക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ലെങ്കിലും എനിക്കെൻ്റെ പോക്കറ്റ് സേവ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഞാനിപ്പോൾ യൂസ് ടയേഴ്സ് പോകും, നമുക്ക് 2,500-3,000 രൂപക്ക് ടയേഴ്സ് കിട്ടും. ആ ടയേഴ്സ് ഇട്ടിട്ട് കറക്റ്റ് അലൈൻമെൻറ്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടയേഴ്സും എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കിട്ടുന്നുള്ളൂ. ഒരു 20,000 കിലോമീറ്ററിൻ്റെ ഉള്ളിലാകുമ്പോഴത്തേന് ആ ഫ്രണ്ടിലുള്ള ടയറിന് എത്ര അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് പോയിട്ടും കാര്യമല്ല. ഒരു 1,500-2,000 കിലോമീറ്റർ കൂടുമ്പോഴേക്കും പിന്നെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ ചെല്ലുകയാണ് ഞാൻ. എനിക്ക് പോകുന്നുണ്ട്, അലൈൻമെന്റ് പോകുന്നുണ്ട്, ആ നൂല് കാണുള്ള ഇഷ്യൂ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ അത്ര ഒരു പ്രശ്നമായിട്ട് കണക്ക് കൂട്ടുന്നില്ല, കാരണം നമുക്ക് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ സോളാറാണ്. ഇതിൽ എങ്ങനെ കണക്കൂട്ടിയാലും കോസ്റ്റ് എഫക്റ്റീവാണ് പെട്രോൾ വണ്ടിയെ കുറിച്ച് നോക്കുന്ന സമയത്ത്. പെട്രോൾ വണ്ടിയുടെ കോസ്റ്റൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു കിലോമീറ്ററിനൊക്കെ എത്ര വെച്ച് കൂടിയിട്ടുണ്ടാവും. 100-120 രൂപ പെട്രോളൊക്കെ വരുന്ന സമയത്ത് ഒരു കിലോമീറ്ററിന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 10-8 രൂപയുടെ മുകളിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇതിൻ്റെ ടയർ തേഞ്ഞ് പോയാലും കുഴപ്പമില്ല, നമ്മളൊക്കെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 2 രൂപ 3 രൂപയുടെ മുകൾക്കൊന്നും ഇതുമ്മേ ചിലവ് വരുന്നില്ല ഒരു കിലോമീറ്ററിന്. അങ്ങനെ നോക്കുമ്പോൾ നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വണ്ടിയാണ്, സുഖമാണ്. ഇനി ഭാവിയിൽ ഇതിന്റെ ബാറ്ററി റീപ്ലേസ്മെന്റും കാര്യങ്ങളും വരുന്ന സമയത്ത് വാറണ്ടി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അത് അവിടെ വരുമ്പോൾ അതിന് സൊല്യൂഷൻസ് ഉണ്ടാവുമായിരിക്കും. സെൽസിൽ ചെറിയ സെൽസും കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ അന്നും വരുമായിരിക്കും. എന്തായാലും അടിപൊളി വണ്ടിയാണ്. ഇതിന്റെ റിവ്യൂവിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് വണ്ടി അടിപൊളി വണ്ടിയാണ്. ഈ 2 ഇഷ്യൂ മാറ്റങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ടാറ്റയുടെ വണ്ടി അടിപൊളി വണ്ടി തന്നെയാണ് EV. ഓക്കെ, അത് അവര് റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ വണ്ടിയിൽ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പുതിയ വണ്ടി ഇനി പുതിയ അടുത്ത ആൾക്കാരൊക്കെ അതിനെ കുറിച്ചുള്ള റിവ്യൂസും കാര്യങ്ങളോടും ആകെ നമുക്ക് കാണാം. ഇനി അതുപോലെ പുതിയ വണ്ടി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോയിലെ താഴെ വന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്തോളൂ, ബാക്കിയുള്ളവർക്കും അത് ഉപകാരപ്പെടും. നമ്മുടെ കയ്യിൽ ആ പുതിയ വണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് ഞാനും ഇടാട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, ഇനി MG നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം ഒരു 1,000-2,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അതിൻ്റെ ത്രൂ ഔട്ട് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിലൂടെ മാക്സിമം ഇടാനുള്ള ഒരു ശ്രമിക്കുന്നതായിരിക്കും. എന്നാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ I am going to signing off. This is your friend Fasi Muhammad.